കുട്ടി കുട്ടി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെക്കേഷൻ സ്റ്റാർട്ടായിക്കാണ്. എന്താ ചെയ്യാ, എപ്പോഴും ഫോണിൽ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാന്നേ. അപ്പൊ എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് ശരി എന്നെ കൂടെ അടുക്കളയിൽ സഹായിക്കാനായിട്ട് കൂട്ടിയാലോ എന്ന് വിചാരിച്ചത്. ഇവരെ അടുക്കളയിൽ സഹായത്തിന് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെ ഇടം വല്ലം നോക്കാതെ ഭയങ്കര സ്പീഡായിട്ട് പണി തീർക്കുന്ന ടീംസാണ് കേട്ടോ. അപ്പൊ ഇവര് അതിന്റെ ഇടയിൽ കിടന്ന് തിക്കിടതൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇറിറ്റേഷൻ വരും. അതിനേക്കാളും വലിയ കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുപ്പത്തുനിന്ന് ചൂട് മേത്താവുക, വെളിച്ചെണ്ണ മേത്താവുക, ഇങ്ങനെയുള്ള ഇഷ്യൂസും ഉണ്ടാവും. അതുകൊണ്ട് മൊത്തത്തിൽ ഇവർ അടുക്കളയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് സത്യത്തിൽ ടെൻഷൻ തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യാ, ഫോൺ നോക്കി 24 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും ഭേദം കുറച്ചൊക്കെ വീട്ടിലെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്ന് എനിക്കും തോന്നി. അങ്ങനെ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഞാൻ മൂപ്പരെ എന്റെ കൂടെ ചേർത്തു കേട്ടോ. അപ്പൊ പഴംപൊരി തിക്കും തിരക്കും പിടിച്ചിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവരെ കൂടെ നിന്ന് നമ്മൾ പണിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക താളത്തിൽ നിൽക്കണം. വേഗം പണി ഒതുക്കിയിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വരാന്നുള്ള ചിന്തയൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ അസിസ്റ്റന്റ് ആയിട്ട് നിന്ന് പതുക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. അവർക്കെല്ലാം ഒരു കുട്ടികളിയാണല്ലോ, നമ്മളെ പോലെ സീരിയസ്നെസ് ഇല്ല, സമയത്തിന്റെ വാല്യൂം അവർക്കറിയില്ല. അതുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം അമ്മയ്ക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാന്നൊന്നും അവർ ചിന്തിക്കില്ല. അപ്പൊ രാവിലെ തന്നെ ഞാൻ എൻ്റെ അടുക്കളപ്പണിയൊക്കെ ഒതുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും അവസാനമായിട്ടാണ് ഈ പണിക്ക് നിന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വെപ്രാളൊന്നും ഇല്ലാണ്ട് അവരെ താളത്തിന് നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റി. സംഭവം ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ. ഇവരെ കൂടെ നിന്ന് പണിയുമ്പോൾ കുറെ തമാശകളും കാര്യങ്ങളും ഇവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെടുത്ത് പറയും. ഒരു കുട്ടിക്കളി എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ഇവരെ കൂടെ നിന്നിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. പെട്ടെന്ന് പണി കഴിഞ്ഞ് ഒതുങ്ങാന്നുള്ള രീതിയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായ ഇറിറ്റേഷൻസ് വരും. അതിലൊരു സംശയവും ഇല്ല കേട്ടോ. നമ്മളെപ്പോലെ പക്വതയോട് കൂടിയിട്ട് അവർ കാര്യങ്ങൾ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അവരെ കുട്ടികൾ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. എവിടെ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊന്നും അവർക്കറിയില്ല. അവരുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അതേപോലെ അവർ ചെയ്യും. മറ്റുള്ളവർ കാണോ, ചിന്തിക്കോ, അല്ലെങ്കിൽ എന്നെ കുറിച്ച് മോശമായിട്ട് സങ്കല്പിക്കോ, ഇതൊന്നും അവരുടെ ഒരു പ്രശ്നങ്ങളേ അല്ല. എന്താ കാര്യം, ഇത്ര വലുതായിട്ട് നമുക്കുണ്ടോ ഈ പറഞ്ഞ സാധനം? എനിക്കില്ല കേട്ടോ. കുട്ടിയായിട്ടിരിക്കുക, കുട്ടികളെ പോലെ ചിന്തിക്കുക, കളിക്കുക, ചിരിക്കുക, ഇതൊക്കെ ഏത് പ്രായത്തിലാണെങ്കിലും നമുക്കതൊരു ഉന്മേഷം തന്നെയാട്ടോ. അതിലൊരു സംശയമില്ല. കുട്ടിത്തം ഏത് പ്രായത്തിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചിട്ട് തീരെ ബോധമില്ലാത്ത പോലെ നമ്മൾ ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിൽ നമുക്ക് പറ്റുന്ന പോലെ നല്ല വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ കളിക്കും ചിരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അത് ഇഷ്ടമൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. ഞാൻ എൻ്റെ കുട്ടികളെടുത്ത് നല്ല രീതിയിൽ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണ് കേട്ടോ. പറയുമ്പോൾ അവർ വളരെ ചെറുതൊക്കെ തന്നെയാണ്, എങ്കിലും അവരോട് വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ എടുത്തു ചാടി ഞാൻ അവരുടെ അടുത്ത് ദേഷ്യപ്പെടാറുമില്ല കേട്ടോ. ഞാൻ എപ്പോഴും എടുത്തു ചാടി ദേഷ്യപ്പെടുന്നത് ആകെ ഈ ഭൂമിയിലെ ഒരേ ഒരു മനുഷ്യൻ്റെ അടുത്താണ്. അതെൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് മാത്രമാണ് കേട്ടോ. വേറെ എല്ലാ മനുഷ്യന്മാരുടെ അടുത്തും വളരെ പക്വതയോട് കൂടിയിട്ട് ഞാൻ ഡീൽ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. ചില അപൂർവം സാഹചര്യങ്ങളിൽ വളരെ അപൂർവമായിട്ട് പലരും എൻ്റെ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങിക്കാറുമുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ ഒഴിവാക്കാറില്ല. പരമാവധി വഴക്കിടാതിരിക്കാനൊക്കെ തന്നെയാണ് എനിക്കിഷ്ടം. ആ വഴക്കിൽ നിന്നും ഒഴിഞ്ഞു പോകാനായിട്ട് ഞാൻ നന്നായിട്ട് പരിശ്രമിക്കാറുമുണ്ട് കേട്ടോ. പക്ഷെ ചോദിച്ചു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുമുണ്ട്, അത് വേറെ വിഷയം. പക്ഷെ കുട്ടികളുടെ അടുത്ത് ഞാൻ വളരെ ആത്മസമീപനം പാലിക്കാറുണ്ട്. എന്താണ് എന്നറിയില്ല, അതെൻ്റെ മക്കളുടെ അടുത്ത് മാത്രമല്ല വേറെ ഏതൊരു കുട്ടിയാണെങ്കിലും വളരെ റെസ്പെക്ട്ഫുള്ളായിട്ട് എനിക്ക് പറ്റാത്ത കാര്യം വളരെ ഓപ്പൺ ആയിട്ട് ഇതുകൊണ്ടാണ് ഞാൻ ചെയ്തു തരാത്തത് എന്ന് ഞാൻ ക്ലീൻ ആയിട്ട് പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞു പ്രായത്തിൽ എന്നോട് എന്നെക്കാൾ മുതിർന്നവർ എങ്ങനെയാണോ ബിഹേവ് ചെയ്തത്, അവർ മോശമായിട്ട് ബിഹേവ് ചെയ്ത കാര്യങ്ങളും എൻ്റെ മെമ്മറിയിൽ നന്നായിട്ടുണ്ട് കേട്ടോ. ഒരാഴ്ച മുന്നേ ചോദിച്ച കാര്യം അല്ലെങ്കിൽ ഒരാഴ്ച മുന്നേ സംഭവിച്ച കാര്യം എനിക്ക് ഓർമ്മയുണ്ടാവാറില്ല. പക്ഷേ എൻ്റെ ചെറിയ പ്രായത്തിൽ പ്രായമായവർ അല്ലെങ്കിൽ നമ്മൾ വളരെ വേണ്ടപ്പെട്ടവരായിട്ട് കരുതിയിരുന്നവർ നമ്മളെടുത്ത് ബിഹേവ് ചെയ്യുന്നതും അവർ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തിയിരുന്നതും ചീത്ത പറഞ്ഞതും ഒക്കെ നമുക്ക് വളരെ ഓർമ്മയുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെയായിരിക്കും മറ്റു കുട്ടികൾ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. കാരണം നമ്മൾ മോശമായിട്ട് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെത്ര വളർന്നു കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ ആ കാര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ മക്കളെടുത്തും ഞാൻ പരമാവധി മാനേഴ്സ് കീപ്പ് ചെയ്തിട്ടാണ് ബിഹേവ് ചെയ്യാറ് കേട്ടോ. എൻ്റെ കയ്യിൽ നിന്ന് മോശമായിട്ട് വലിയവരെടുത്ത് ഞാൻ ബിഹേവ് ചെയ്താലും കൂടെ കുട്ടികളെടുത്ത് ഞാൻ അങ്ങനെ പെരുമാറാറില്ല. കാരണം നാളെ അവർ വളർന്ന് വലുതാകുമ്പോൾ അവരുടെ മനസ്സിൽ നമ്മളെ പറ്റിയിട്ട് ഒരു മോശമായ ചിന്ത ഉണ്ടാവരുത് എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ അവർ കുട്ടികളല്ലേ അല്ലേ, അവർക്ക് എന്തറിയാനാ,
കുട്ടികളോട് മൊത്തത്തിൽ എനിക്ക് കുറച്ച് സ്നേഹം കൂടുതലാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് കൊടുത്തിരിക്കുന്നത് കുട്ടികൾക്ക് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടേ ഞാൻ വേറെ ഏതൊരാൾക്കും റെസ്പെക്ട് കൊടുക്കാറുള്ളൂ. കുട്ടികളെടുത്ത് മോശമായിട്ട് ബിഹേവ് ചെയ്യണതും അവരെ ചീത്ത പറയണതും അവരെ മോശം വാക്കുകൾ ഉപയോഗിക്കുന്നതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ മക്കളെ കാണുമ്പോൾ എല്ലാവരും പറയാറുണ്ട് ഇവർക്ക് തീരെ കുറുമ്പില്ല, അത് കാരണം നിനക്ക് നല്ല സുഖമാണ്. അങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. ഇവർക്ക് എങ്ങനെയാ കുറുമ്പില്ലാതെ ആയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുഞ്ഞിതിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ ഇപ്പൊ ഈ ടേബിൾമേ കയറ്റിയിരുന്നിട്ട് പഴംപൊരി പൊരിക്കാൻ പോവാണെന്നും ഇതിൽ തിളച്ച എണ്ണയാണെന്നും അത് മേത്ത് വീണ് കഴിഞ്ഞാൽ നന്നായിട്ട് പൊള്ളും, നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും, വേദന സഹിക്കേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും കേട്ടോ. ശ്രദ്ധിക്കണം, കെയർഫുൾ ആയിട്ടിരിക്കണം എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. അല്ലാതെ നിങ്ങളത് ചെയ്യേണ്ട, നിങ്ങളവിടെ നിന്ന് മാറിയിരുന്നോ, അല്ലെങ്കിൽ അത് എപ്പോഴും കുറുമ്പാണ്, അതാണ് ഇതാണ്, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ട് അവരെ ടോർച്ചർ ചെയ്യാറില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും, കെയർഫുൾ ആയിട്ടിരിക്കണം, ശ്രദ്ധിക്കണം, കൈയും കാലം നീക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചട്ടകെടുത്ത് പൊതുക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, ഏതൊരു കാര്യത്തിലാണെങ്കിലും കുഞ്ഞു കാലം തൊട്ട് തന്നെ ഞാൻ അവരുടെ അടുത്ത് വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. സ്നേഹം എന്ന് വെച്ചാൽ സ്നേഹത്തിൽ അങ്ങനെ പൊതിഞ്ഞിട്ടൊന്നുമല്ല, ഇതാണ് ഇതിൻ്റെ റീസൺ എന്ന് ഞാൻ കൃത്യമായിട്ട് അവരുടെ അടുത്ത് പ്രസന്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ചെറിയ രീതിയിൽ കാര്യങ്ങൾ അറിയാം. മൊത്തത്തിൽ അറിയാമെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ അവർ കുട്ടികളാണല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ കാരണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതേപോലെ തന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് തന്നെ ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അവൻ എപ്പോഴും കുറുമ്പാ, അവൾക്ക് എപ്പോഴും കുറുമ്പാ, ഒരു സ്ഥലത്ത് അടങ്ങിയിക്കില്ല എന്ന് പറയുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം അവരെക്കാൾ മോശം അവരുടെ പാരൻസ് ആയിരിക്കുന്നത്. കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ തലമണ്ടയ്ക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നും കേട്ടോ. അത്രയ്ക്ക് മോശമായിട്ട് കുട്ടികളെടുത്ത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ആയാലും ശരി, അമ്മായി ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, കുട്ടികളെടുത്ത് മാനേഴ്സോട് കൂടി ബിഹേവ് ചെയ്യാത്ത ആൾക്കാരെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ വരാറുണ്ട് കേട്ടോ. അവരെടുത്ത് നമ്മളൊരു സാധനം തട്ടിപ്പറിച്ച് വാങ്ങിക്കുക, ഓളിടുക്കുക, ഓടിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നാച്ചുറലി കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഈ സെയിം സാധനം അവർ നമുക്ക് തിരിച്ചു തരും കേട്ടോ. അതിനധികം കാലതാമസമൊന്നും വേണ്ട. നമ്മൾ എന്നും ഇതുപോലെ ഇരിക്കില്ലല്ലോ, നമുക്കും പ്രായമാവുമല്ലോ. അപ്പോൾ അവരുടേതായ ഒരു ലോകം വരും അല്ലേ. അപ്പോൾ ആ സമയത്ത് കൊടുത്തതൊക്കെ നമ്മൾ രണ്ട് കൈ നീട്ടി വാങ്ങേണ്ടിയും വരും കേട്ടോ. അതുപോലെ സ്വന്തം മക്കളെ പുറത്തു പോയിട്ട് കുറ്റം പറയുന്ന പാരൻസ്, ഇത്രയ്ക്കും മോശമായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ആൾക്കാർ വേറെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. സ്വന്തം മക്കളെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഈ ഭൂമിയിൽ എന്തിനെയാണ് നല്ലതെന്ന് പറയാനുണ്ടായിരിക്കുക. കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു സുഖം അല്ലേ. നമ്മുടെ മക്കൾ മോശമാകുമ്പോൾ അതിനേക്കാൾ മുന്നേ നമ്മൾ മോശക്കാരായിട്ടുണ്ടാവും എന്ന് ചിന്തിക്കാൻ കോമൺ സെൻസ് ഉള്ള പാരൻസ് ആരും അത് ചെയ്യുന്നുണ്ടായിരിക്കില്ല കേട്ടോ. എനിക്ക് വളരെ ഇറിറ്റേഷനാണ് ഇങ്ങനെ സ്വന്തം കുട്ടികളെ മോശമായിട്ട് നടന്ന് പറയുന്ന പാരൻസിനെ. അവരൊന്നിനും കൊള്ളില്ല, അവർ പൊട്ടാണ്, അപ്പുറത്തുള്ള ആളാണ് സൂപ്പർ, അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് അടിപൊളി എന്നൊക്കെ പറയുന്ന ആൾക്കാരൊന്ന് ചിന്തിച്ചാൽ കൊള്ളാം. മത്ത കുത്തി കഴിഞ്ഞാൽ കുമ്പളം മുളക്കില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തായാലും പഴംപൊരിയുടെ ആദ്യത്തെ ട്രിപ്പ് റെഡി ആയതും നമ്മുടെ ആൾക്ക് ചെറുതായിട്ട് ബോറടിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പഴംപൊരി ആയോ എന്ന് നോക്കാനായിട്ട് ക്ലൈമാക്സിൽ സ്മിത്തേട്ടനും വന്നിട്ടുണ്ട്. ഒരാൾ പഴംപൊരിയൊക്കെ വാങ്ങി നൈസായിട്ട് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഇനിയിപ്പോൾ നമ്മുടെ ക്യാമറാമാനും ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ന്യൂസിലൊക്കെ പറയുന്ന പോലെ ക്യാമറാമാൻ സ്നേഹപ്രിയോടൊപ്പം ഇവിടെ ഉള്ളത് സതീലക്ഷ്മിയാണ് കേട്ടോ. വെക്കേഷനായിട്ടേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ഈ ബിസ്ക്കറ്റും റസ്കും നിന്ന് വയറ് നിറക്കി വരെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.